വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മഹീന്ദ്രയുടെ ജീത്തോ സ്ട്രോങ് ആണ്. 2023 നവംബറിലാണ് മഹീന്ദ്ര ജീത്തോ സ്ട്രോങ് പുറത്തിറക്കിയത്. ജീത്തോ പ്ലസിൽ നിന്ന് ചില കാര്യങ്ങൾ മാറ്റം വരുത്തിയാണ് ജീത്തോ സ്ട്രോങ് കമ്പനി ഇറക്കിയത്. അന്ന് മുതൽ ഇന്ന് വരെ മികച്ച സെയിലാണ് ജീത്തോ സ്ട്രോങ് കാഴ്ചവെക്കുന്നത്. ഫ്രണ്ട് ഫേസ് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഹെഡ്ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ബ്ലാക്ക് ഫിനിഷ്ഡ് ഗ്രില്ലും ചെറിയ റോഡുകളിൽ അനായാസം കടന്നു പോകാൻ പറ്റുന്ന ഡിസൈനാണ് മഹീന്ദ്ര ജീത്തോ സ്ട്രോങ്ങിൽ നൽകിയത്. കൂടാതെ പെർ ലിറ്ററിന് 32 കിലോമീറ്റർ മൈലേജും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. സിംഗിൾ വൈപ്പറാണ്. അതോടൊപ്പം വലിയ ഗ്ലാസ് ഏരിയയാണ് മഹീന്ദ്ര ജീത്തോ സ്ട്രോങ്ങിൽ നൽകുന്നത്. ഇത് കസ്റ്റമേഴ്സിന് ഡ്രൈവിംഗിൽ വിസിബിലിറ്റി കൂടാൻ സഹായിക്കുന്നു. മൂന്ന് കളറിൽ നമുക്ക് ജീത്തോ സ്ട്രോങ് ലഭ്യമാണ്. മഹീന്ദ്ര ജീത്തോ സ്ട്രോങ്ങിന്റെ ഉൾവശത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ്. ഓറഞ്ച് നിറത്തിലുള്ള മനോഹരമായ മീറ്റർ കൺസോൾ ആണ് മഹീന്ദ്ര ജീത്തോ സ്ട്രോങ്ങിൽ നൽകിയത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. നല്ല വിശാലമായ ഡാഷ്ബോർഡ് ആണ്. കൂടാതെ 2 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന ക്യാബിൻ ലേഔട്ടും മഹീന്ദ്ര ജീത്തോ സ്ട്രോങ്ങിൽ നൽകുന്നു. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഡാഷിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും അതോടൊപ്പം മ്യൂസിക് സിസ്റ്റം ഘടിപ്പിക്കാനുള്ള സ്പേസും 12 വോട്ട്സിന്റെ ചാർജിംഗ് പോയിന്റും നൽകുന്നു. ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചാണ് ഈ കാണുന്നത്. ജീത്തോ സ്ട്രോങ്ങിൽ ബ്രേക്ക് എഫിഷ്യൻസി കൂട്ടാനായി ഇലക്ട്രിക് വാക്വം പമ്പ് അസിസ്റ്റഡ് ബ്രേക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീത്തോ പ്ലസിനെക്കാളും ജീത്തോ സ്ട്രോങ്ങിന് ബ്രേക്ക് എഫിഷ്യൻസി കൂടാൻ സഹായിക്കുന്നു. സൈഡ് വ്യൂവിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയ ലോഡ് ബോഡി ഏരിയ കാണാം. 7.4 എന്ന മികച്ച ലോഡിംഗ് ഏരിയയാണ് ജീത്തോ സ്ട്രോങ്ങിൽ മഹീന്ദ്ര നൽകുന്നത്. റൈറ്റ് സൈഡ് ലോഡ് ബോഡിക്ക് താഴെയായാണ് സ്പെയർ വീലിന്റെ സ്ഥാനം. അടുത്തായി നമുക്ക് ഫ്യൂൽ ക്യാപ്പും കാണാം. മഹീന്ദ്ര ജീത്തോ സ്ട്രോങ്ങിന്റെ ടയർ സൈസ് വരുന്നത് 12 ഇഞ്ച് ടയറാണ്. ജീത്തോ സ്ട്രോങ്ങിന്റെ ലോഡ് ബോഡിക്ക് താഴെയായിട്ടാണ് എഞ്ചിന്റെ സ്ഥാനം. ജീത്തോ സ്ട്രോങ്ങിന്റെ എഞ്ചിൻ സ്പെക് വരുന്നത് 650 cc DI വാട്ടർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. പവർ വരുന്നത് 16 ഹോഴ്സ് പവറും 42 Nm ടോർക്കുമാണ്. ഫുൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10.5 ലിറ്റർ ആണ്. ജീത്തോ സ്ട്രോങ്ങിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ബാറ്ററിയും DF ടാങ്കും കാണാൻ പറ്റും. ജീത്തോ സ്ട്രോങ്ങിന്റെ വാറണ്ടി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 72,000 കിലോമീറ്റർ ആണ്. കമ്പനി പറയുന്ന പേലോഡ് 816 kg ആണ്. കൂടാതെ 32 കിലോമീറ്റർ എന്ന മികച്ച മൈലേജും ജീത്തോ സ്ട്രോങ് കസ്റ്റമേഴ്സിന് നൽകുന്നു. ലോഡ് ബോഡി സൈസ് വരുന്നത് 7.4 ഫീറ്റ് നീളവും 4.9 ഫീറ്റ് വീതിയുമാണ്. വലിയ ലോഡ് ബോഡി ഏരിയ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ ഡ്രൈവേഴ്സിനെ ഇത് സഹായിക്കുന്നു. അതോടൊപ്പം കൂടുതൽ മൈലേജ് കിട്ടുന്നത് കൊണ്ട് കൂടുതൽ ലാഭവും. ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വെഹിക്കിളാണ് മഹീന്ദ്രയുടെ ജീത്തോ സ്ട്രോങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.